5 മിനിറ്റിനുള്ളിൽ നിന്ന് ഒരാൾ, 48 മണിക്കൂറിനുള്ളിൽ നിന്ന് വേറൊരാൾ. എല്ലാവരും കൂടി അന്ന് പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചാടി മുഖ്യമന്ത്രി അന്നേരം തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നേരെ കസേരയിലേക്ക് കൊണ്ടുപോകും, രാജിവെക്കുന്ന ആ നിമിഷം തന്നെ ആര് പിണറായി വിജയൻ. പക്ഷേ ഇതിപ്പോൾ 48 മണിക്കൂർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് ആയെന്നുള്ള ഞാൻ പറയുന്നില്ല, കാരണം എണ്ണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടു എത്ര മണിക്കൂറായെന്നുള്ളത് എണ്ണാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തായാലും 48 മണിക്കൂർ എനിക്ക് ഏകദേശം ഒരു ദിവസം കൂടി കഴിഞ്ഞു, 24 മണിക്കൂറായി. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് 24 മണിക്കൂറായി. ഞാൻ ആലോചിച്ചു നോക്കുക, കമ്മ്യൂണിസ്റ്റുകാരെ വോട്ടും കൊണ്ട് അങ്ങനെ കയറി വന്ന് ഇത്രയധികം സീറ്റ് കിട്ടി. കോൺഗ്രസിന്റെ പിന്നെ VD സതീശന്റെയും മറ്റുള്ള നേതാക്കന്മാരുടെയും എന്താ പറയാ അധ്വാനം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരും പിന്നെ ഈ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ ആരായി? എന്തെന്നായത്? കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെയാന്നുള്ള എല്ലാവരും പറയുന്നത് ഇതാണ്. ഈ വോട്ട് ചോരി, മറ്റേ ചോരി, മറച്ച ചോരി എന്നൊക്കെ കോൺഗ്രസ് സ്വയം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് വോട്ട് ചോരിയും കൊണ്ട് അയാൾ തോറ്റ് എന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഓരോരോ തോന്നിവാസം കൊണ്ടാണ് കോൺഗ്രസ് തോറ്റു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നില്ലേ? അങ്ങനെ തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ട് ചെയ്ത ആൾക്കാരെ നമുക്കൊരു ഐഡിയ ഇല്ലേ, അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ടീനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ആടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നണ്ടേ ഒരു പവർ വേണ്ടേ, പവർ. ഇപ്പം നമ്മൾ വോട്ട് ചെയ്ത് ഇപ്പം ആരോടെയും പറഞ്ഞു ഞാൻ കോൺഗ്രസിനോടാ വോട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ഞങ്ങളെ മുന്നണി വന്നു കണ്ടില്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ വീട്ടിൽ അടച്ചു കുത്തിച്ച് പിന്നെ മിണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. എന്താ ചെയ്യാ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ആടെയെങ്കിലും മാറ്റി ആലപ്പുഴയോ എവിടെയെങ്കിലും മത്സരിപ്പിച്ച് KC വേണുഗോപാൽ തോറ്റു ഇല്ല എന്നായിരിക്കും പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് മടുത്ത് ഇപ്പൊ തന്നെ ദിവസങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, 48 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രിനല്ലേ കിട്ടും. 48 മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്ത് ജനങ്ങളെ മടിപ്പിക്കുക കോൺഗ്രസ് ചെയ്ത്. ഇതൊന്നും ഒരു കാലത്തും നന്നാവൂല. എങ്ങനെയൊക്കെയോ അധികാരം കിട്ടി, എന്നാ പിന്നെ മര്യാദ അങ്ങോട്ട് ഭരിക്കുക. ഞാൻ കടി കൂടണം, അടി ഇടി വെടി പുകയില്ലാതെ കോൺഗ്രസ് ഇല്ല, അന്നും ഇന്നുമില്ല.